ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെന്തുണ്ട് വിശേഷം? ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ തോന്നിയത്. അങ്ങനെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കിയാലോ. ആദ്യമേ ഞാനൊരു ഉരുളി വെച്ച് നേരത്തെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അവൽ വിളയിച്ചതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലെങ്ങനെയാണ്? അവൽ വിളയിക്കുക എന്നാണോ പറയുന്നത്? എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്, അവൽ വിളയിക്കുക. പിന്നെ അവൽ തേങ്ങ ഇട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിന് എന്താണ് അവൽ നനച്ചതെന്ന് പറയും. ഇത് അവൽ വിളയിക്കുക ശർക്കര പാനിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനായിരിക്കും നമുക്ക്. എപ്പോഴും അങ്ങനെ ഈ ബേക്കറിയൊക്കെ കൊടുക്കുക അല്ലേ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ശർക്കര പാനിയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങ വെള്ളം വലിയുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ മിക്സഡ് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കും, അതൊരു സുഖം ഉണ്ടാവില്ല. എല്ലാം ഒരേ സൈസിൽ കിടക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതേ വേറൊരു തവ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്താൽ തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മളിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൊട്ടുകടല, കറിവേപ്പില, തേങ്ങാക്കൊത്ത് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്ക്കകത്തിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. ഒന്നും കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറി ഒരു വല്ലാത്ത ടേസ്റ്റായി പോവും. അതുകൊണ്ട് ഒന്നും കരിയാതെ തന്നെ പെർഫെക്റ്റായിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇങ്ങെടുക്കണം കേട്ടോ. ഞാൻ ഒന്നിനും കണക്ക് പറയാത്തത്, ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ കാണുമല്ലോ. ഒരുപാട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ട് നമുക്കിപ്പോൾ പരിചയമായി. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റിക്ക് എത്ര മധുരം വേണം എന്നൊക്കെ ഒരു ഐഡിയ കാണുമല്ലോ. അത് വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതെ, ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ അളവും കാര്യങ്ങളും ഒന്നും പറയാത്തത്. അപ്പോൾ അവൽ ഇട്ട് കൊടുത്തു. അതിലെ വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവലിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം ചേർത്തു. പിന്നെ ഇതിന് ഫ്ലേവർ കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരു രക്ഷയില്ല. പിന്നെ അവൽ ഇന്ന് വിളയിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ കഴിക്കണം. അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.